ചന്തു തുടരുന്നുണ്ട്. ചന്തു, ഈ വീട്ടുകാർ കാണിച്ച സന്നദ്ധത, അവരുടെ മനസ്സ്, അതൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയണമെന്ന് തോന്നുന്നു. ഈ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ കൂടുതലായി പറയണം എന്ന് തോന്നുന്നു. നമ്മുടെ കൈവശമുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ചന്തു? ലക്ഷ്മി, ഐസക് ജോർജ് കൊല്ലം കൊട്ടാരക്കര സ്വദേശിയാണ്. 33 വയസ്സ് പ്രായമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം കൊല്ലത്തൊരു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 6-ാം തീയതി അദ്ദേഹം അവിടെ വെച്ചാണ് വാഹന അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഇരുചക്ര വാഹനം റോഡിന് അപ്പുറത്ത് നിർത്തിയതിനു ശേഷം റോഡ് മറികടന്ന് തൻ്റെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ വേഗത്തിലെത്തിയ ഒരു ബൈക്ക് അദ്ദേഹത്തെ ഇടിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കുന്നത്. 7-ാം തീയതി അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ, അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കുടുംബം ഇത്തരത്തിൽ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് ഉള്ള താല്പര്യം അവർ അറിയിക്കുകയും ആ നടപടികളുമായി വളരെ വേഗം തന്നെ ഡോക്ടർമാരും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും ഒക്കെ ആലോചന നടത്തി ആ ഒരു നടപടികളിലേക്ക് പോകുകയും ചെയ്തത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഈ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെ ആ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. അതിനുശേഷം ആദ്യം ഹൃദയമാണ് നീക്കം ചെയ്തത്. ഇതുകൂടാതെ മറ്റ് 5 അവയവങ്ങൾ കൂടി അദ്ദേഹം ദാനം ചെയ്യുന്നുണ്ട്. അത് കിഡ്നികളും കരളും ദാനം ചെയ്യുന്നു. അത് മാത്രമല്ല കോർണിയ ദാനം ചെയ്യുന്നുണ്ട്. ഈ കിഡ്നികൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് പോകും. കരൾ കിംസിൽ തന്നെ ചികിത്സയിലുള്ള ഒരു വ്യക്തിക്ക് ദാനം നൽകിയിട്ടുണ്ട്. ഈ കോർണിയ കണ്ണാശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോകുക. എന്തായാലും അതിൽ ശസ്ത്രക്രിയ പൂർത്തീകരിച്ച് ഹൃദയമാണ് ആദ്യം ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയും ചെയ്തത്. അവിടെ എയർ ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിനൊപ്പം ഇപ്പോൾ ഈ ആംബുലൻസിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവുമുണ്ട്. അവർ എയർ ആംബുലൻസിൽ ഈ ഹൃദയത്തെ അനുഗമിക്കും. അവർ 45 മിനിറ്റ് കൊണ്ട് കൊച്ചിയിലെ ഹയാത്തിൽ ലാൻഡ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നും റോഡ് മാർഗം വളരെ വേഗത്തിൽ എറണാകുളത്തെ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവിടെ അങ്കമാലി സ്വദേശിയായ 28 വയസ്സുകാരനാണ് ഈ ഹൃദയം സ്വീകരിക്കുന്നത്. ലിസി ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും നടപടികളും ഒക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അവിടെ റോഡ് ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഹൃദയ ശസ്ത്രക്രിയ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നും ഹൃദയം ഇപ്പോൾ തിരുവനന്തപുരത്തെ ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ ടെർമിനൽ 1 കൊണ്ടുപോയിരിക്കുന്നു. അവിടെ ഈ എയർ ആംബുലൻസിൽ ഈ ഹൃദയം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടും. 45 മിനിറ്റിൽ കൊച്ചിയിലേക്ക് ഈ ഹൃദയം എത്തിച്ച് ലക്ഷ്മി.